ജയ് ബാലയ ജയ ജയ ബാലയ. റബ്ബർ പാല് കുടിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് വീണ്ടും ഒരു പടം. പാലായിലുള്ളവർക്ക് പാലാണ് റബ്ബർ. സ്റ്റാറിംഗ് ദി അൾട്രാ നാച്ചുറൽ സ്റ്റാർ ബാലയ ഗാരു. സ്റ്റാർട്ട് ക്യാമറ. ആക്ഷൻ. ദി ലെജൻഡ്. Let's hear it from the legend. Legend. You are the. പടം തുടങ്ങുമ്പോ തന്നെ ഡാഡി ഗിരിജ ബാലയഗാരുവിന്റെ നാട്ടിലേക്ക് പെണ്ണ് കാണാൻ വരുന്നിടത്താണ്. പെണ്ണ് കണ്ടുറപ്പിച്ച് തിരിച്ചു പോകും വഴി ഡാഡി ഗിരിജന്റെ വണ്ടി ഒരാളെ ഇടിക്കും. അത് ചോദ്യം ചെയ്യാൻ പോയ ഗാരുവിന്റെ നാട്ടുകാരനെ നമ്മുടെ ഗിരിജൻ നൈസായിട്ടൊന്ന് വെടിവെക്കും. അപ്പൊ ഗൈസ്, ഈ നാട്ടിൽ എന്ത് പ്രശ്നമുണ്ടായാലും നാട്ടുകാരെല്ലാം നേരെയോടി നൈനാന്റെ അടുത്തെത്തും. മൂപ്പരാണ് ഈ നാട്ടിലെ മെയിൻ. അങ്ങനെ നാട്ടുകാർ ഗിരിജനെ തൂക്കി നൈനാന്റെ അടുത്തെത്തിക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ. ഇത് സംഭവം വെടിവെപ്പ് കേസൊക്കെ ആണല്ലോ, അപ്പൊ നമ്മൾ വിചാരിക്കും വൻ ശിക്ഷയൊക്കെ ആവുമെന്ന്. പക്ഷെ നൈനാൻ ഗിരിജനോട് പറയും നാട്ടുകാരോട് ഒരു സോറി പറഞ്ഞിട്ട് സ്ഥലം വിട്ടുവന്ന്. ബട്ട് അതുപോലും ഡാഡി ഗിരിജന് പറയാൻ പറ്റൂലെന്ന്. എന്നിട്ട് അവിടെ വൻ അടിയാവും. അവസാനം ഗിരിജനെ പിടിച്ച് ജയിലിലിടും. സോ ഡാഡി ഗിരിജനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി ഡാഡി ഗിരിജയുടെ ഡാഡി നൈനാന്റെ ഭാര്യനെയും കുട്ടീനെ കിഡ്നാപ്പ് ആക്കി കൊണ്ടുപോകും. എന്നിട്ട് ഭാര്യനെ കൊല്ലും. അടുത്തത് മോനെ കൊല്ലാൻ നോക്കുമ്പോഴേക്കും യെസ് ഗൈസ്, ഹീസ് കുട്ടിഗാരു. இதுவரைக்கும் இந்த வீட்ல லீடருங்க பிறந்திருக்காங்க, ரூலர்ஸ் பிறந்திருக்காங்க. ஃபர்ஸ்ட் டைம் ஒரு லெஜெண்ட் பிறந்திருக்காங்க. അവൻ ഗിരിജന്റെ ഡാഡിയെ കൊല്ലും. അങ്ങനെ ഡാഡി ഗിരിജ ഇനി മുതൽ ഡാഡി ഇല്ലാത്ത ഗിരിജയാണെന്ന് അറിഞ്ഞതും അങ്ങേരെ ഒരു ശപഥം ചെയ്യും. പെണ്ണ് കാണാൻ പോയി ആ പെണ്ണിനെ കിട്ടി വീണ്ടും ഒരു ഡാഡി ഗിരിജ ആവണം. എന്നിട്ട് ആ നാട്ടിൽ ജീവിച്ച് അവിടുത്തെ മെയിൻ ആവണമെന്ന്. അതിനു വേണ്ടി ആദ്യം തന്നെ ഗിരിജൻ ഗാരുവിന്റെ ഡാഡിയെ കൊല്ലും. ഓ മൈ ഗോഡ്, ഇനി അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി നമ്മുടെ കുട്ടികാരി ഇറങ്ങുമെന്ന് വിചാരിച്ച് അവന്റെ അച്ഛമ്മ അവനെ UK പഠിക്കാൻ പറഞ്ഞയക്കും. അങ്ങനെ കാലങ്ങൾ കുറെ കടന്നുപോയി. കുട്ടികാരി വളർന്ന് ഈ സൈസാവും. ബാലയഗാരു ദുബായിൽ ജീവിച്ചു വരികയാവും. ദുബായിൽ മൂപ്പരുടെ പണി എന്താണെന്ന് വെച്ചാൽ സാമൂഹ്യ സേവനം. അപകടത്തിൽ പെടുന്നവരെ പോയി രക്ഷിക്കുക, ഇതന്നെ. സോ ദുബായ് മരുഭൂമിയുടെ നടുവിൽ കുറെ പെണ്ണുങ്ങളെ വിസ തട്ടിപ്പുകാർ ട്രാപ്പാക്കി വെച്ചിരിക്കുകയാവും. അപ്പൊ അങ്ങോട്ടേക്ക് ഒരുത്തൻ ഓടി വന്ന് പറയും ഒരുത്തൻ എന്നെ തല്ലിയെന്ന്. യെസ് ഗൈസ്, നമ്മുടെ ഗാരു. പിന്നെ ബാലയഗാരു അങ്ങോട്ട് ഒരു FJ ക്രൂയിസർ എടുത്ത് വന്ന് മണലിൽ ബാക്ക് ടയറൊക്കെ പൊക്കി കറക്കി വൻ അടിയാവും. എന്നിട്ട് ട്രാപ്പായ പെൺകുട്ടികളെ മൊത്തം രക്ഷിക്കും. ഗാരു നാട്ടിൽ നിന്ന് മാറി ദുബായിൽ ഗേൾഫ്രണ്ട് ഒക്കെ ആയി നല്ല ലക്ഷറി ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയാവും. ഒരു പാർട്ടി നടത്താനായി തന്നെ 1 കോടിയൊക്കെയാണ് ഗാരുവിന്റെ ഗേൾഫ്രണ്ട് പൊടിക്കാറ്. അങ്ങനെ വീട്ടുകാരെ സർപ്രൈസ് ആക്കി ഇവളെ കല്യാണം കഴിക്കാനായി ഗാരു കുറെ കാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ആ ദിവസം തന്നെ നാട്ടിലൊരു പോർട്ടിൽ ഗിരിജൻ വൻ അക്രമം അഴിച്ചു വിടുകയാണ്. 43 ആൾക്കാരെയൊക്കെയാണ് അവിടെ ഇട്ട് കുത്തിക്കൊല്ലുന്നത്. ബട്ട് അതിൽ നിന്നൊരുത്തൻ ഓടി രക്ഷപ്പെടും. അവനെ പിടിക്കാൻ വേണ്ടി ഡാഡി ഗിരിജന്റെ മോൻ പോയി നടു റോട്ടിൽ അവനെ ഇടിച്ചിട്ട് വെടിവെക്കാൻ നിൽക്കുകയാവും. ഈ സീൻ നടക്കുന്ന സമയത്താണ് ഗാരു അവിടെ എത്തുന്നത്. അത് കണ്ടതും ഗാരുവിനുള്ളിലെ രക്ഷകൻ ഉണരും. ഗാരു കാർ കൊണ്ട് അവനെ ഇടിച്ചിട്ട് മറ്റവനെ രക്ഷിക്കും. എന്നിട്ട് ഡാഡി ഗിരിജന്റെ മോനെ ഒമിനിലിട്ടൊന്ന് കറക്കി ഫുട്ബോൾ അടിച്ച് പറത്തുന്ന പോലെ അടിച്ചു പറത്തും. നിങ്ങൾക്കിത് വിശ്വസിക്കാമോ? ഇതറിഞ്ഞ് ഡാഡി ഗിരിജ എന്റെ മോനെ ആരടിച്ചതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാവും. ഇതേ സമയം നമ്മുടെ ഗാരു ഫാമിലിയുമായി അടിച്ചു പൊളിച്ച് ജീവിച്ചു വരികയാവും. അപ്പോഴാണ് നമ്മുടെ ദുബായ് ഗാരു അറിയുന്നത് ഗാരു ഇപ്പോൾ അടിച്ചു ഹോസ്പിറ്റലിൽ കയറ്റി അവൻ ഇതിനു മുന്നേ 43 ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്ന്. 43 പേരെ കൊന്നിട്ടാங்களா? തൊട്ടടുത്ത ദിവസം തന്നെ ഡാഡി ഗിരിജന്റെ മോനെയും ഗുണ്ടകളെയും ഹോസ്പിറ്റലിൽ കയറി ആരോ കൊന്നുകളയുകയാണ്. യെസ് ഗൈസ്, ഡാഡി ഗിരിജ വീണ്ടും വെറും ഗിരിജ ആയിരിക്കുകയാണ്. അങ്ങനെ ആരുടെ എന്നെ വീണ്ടും വെറും ഗിരിജ ആക്കിയതെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് അവർക്ക് ദുബായ് ഗാരുവാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇതേ സമയം ദുബായ് ഗാരു പെണ്ണു കാണൽ ചടങ്ങിന് വേണ്ടി ഫാമിലിയുമായി പോയിക്കൊണ്ടിരിക്കുകയാവും. അതറിഞ്ഞ വില്ലന്മാർ അപ്പം തന്നെ ഗാരുവിന്റെ പെണ്ണിനെ കിട്ടാപ്പാക്കും. പിന്നെ ഗാരുവിന്റെ ബസ് ചേസാക്കി ഇന്റർവെൽ നടക്കുന്ന സ്ഥലത്തെത്തിച്ച് വെടിവെച്ച് മറിച്ചിടും. ലാസ്റ്റ് നമ്മുടെ ഗാരുവിനെ ഷോട്ട് ഗൺ എടുത്ത് 3 വെടിവെക്കും. അവസാനം ബാക്കി ഫാമിലിയെ മൊത്തം കൊല്ലാൻ വേണ്ടി ഗുണ്ടകളോട് പറഞ്ഞേൽപ്പിച്ച് ഗിരിജൻ അവിടുന്ന് പോകും. ഇതെല്ലാം കണ്ടുപോയെന്ന ഗാരുവിന്റെ അച്ഛമ്മ ദൈവത്തെ വിളിച്ച് കരയുകയാണ്. അതോടെ അവിടെ മറ്റൊരു അപരാധം പിറവിയെടുക്കുകയാണ്. മൂപ്പരിടയ്ക്ക് സിംഹമൊക്കെ മാറും.
എന്നിട്ട് എല്ലാ ഗുണ്ടകളെയും മൂപ്പര് അടിച്ചിടും. 9 എണ്ണമൊക്കെ സ്പ്ലിറ്റ് ആയിട്ടാണ് അടി. അവസാനം അടിയെല്ലാം കഴിഞ്ഞതും നിലത്തൊരു പൂക്കളം ഇടും. എന്നിട്ട് പറയും ദുബായ് ഗാരുവും കങ്കാരുവും ഒന്നുമല്ല ഡാഡി ഗിരിജിന്റെ മോനെ കൊന്നത്, അത് ഈ ഗാരുവാണെന്ന്. It wasn't me. സോ ഗൈസ്, ബാലയ്യ മൂവി ആയോണ്ട് ഇനി ഇതിന്റെ ഒക്കെ ഫ്ലാഷ് ബാക്ക് മുഖ്യമാണ്. പണ്ട് ചെറുപ്പത്തിൽ ഡാഡി ഗിരിജിയുടെ ഡാഡിയെ കൊന്ന് ഡാഡി ഗിരിജിയെ വെറും ഗിരിജിയാക്കിയ ആ പയ്യനില്ലേ, അത് നമ്മളെല്ലാം വിചാരിക്കുന്ന പോലെ ദുബായ് ഗാരുവല്ല, അത് ഈ ഗാരുവാണ്. ഇങ്ങനെ പണ്ട് UK-യിലേക്ക് പഠിക്കാൻ അയച്ചപ്പോൾ ഇയാള് പോയില്ല. നാട്ടിൽ സാമൂഹ്യ സേവനം നടത്തണമെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കും. ഞാൻ പോകൂലെന്നാലും ഞാൻ ആദ്യമേ പറഞ്ഞു. സോ ഗൈസ്, നമ്മുടെ ഗാരു അവന്റെ അച്ഛന്റെ സ്ഥാനം ഏറ്റെടുത്ത് നാട്ടുകാർക്കൊക്കെ സഹായം ചെയ്ത് ജീവിച്ചു വരികയാവും. ഗാരുവിനൊരു ലവറൊക്കെ ഉണ്ട്, രാധിക. യെസ് ഗൈസ്, ആ ലെജൻഡറി സോങ് തന്നെ. ഇങ്ങനെ റൊമാൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഗിരിജന്റെ അനിയന്റെ 10ാം ക്ലാസ് റിസൾട്ട് വരുന്നത്. ബട്ട് ഗൈസ്, ആ നാട്ടിൽ ഡാഡി ഗിരിജന്റെ അനിയനേക്കാളും മാർക്ക് വേറൊരുത്തിനും കിട്ടും. അവനെ ട്യൂഷന് വിട്ട് അതിനു വേണ്ടി സാധിച്ചതൊക്കെ ആണെങ്കിലോ നമ്മുടെ ഗാരുവും. പഠിക്ക വെച്ച് ഇന്നിക്ക് இந்த பெரிய வாய்ப்பு உங்க கையில கொண்டு வந்து கொடுத்திருக்காங்க. അത് ഗിരിജന് ഇഷ്ടമാവില്ല. അതിൽ ദേഷ്യം വന്ന ഗിരിജൻ മറ്റവന്റെ 10th പാസ് സെലിബ്രേഷന് തേങ്ങ ഉടക്കണ കല്ലിന്റെ മുകളിൽ ബോംബിന്റെ ബട്ടൺ വെക്കും. ഈ വിവരം അറിഞ്ഞതും നമ്മുടെ ഗാരുവിന് ഭയങ്കര ദേഷ്യം വരും. ഗാരുവിന്റെ ലെജൻഡ് ബൈക്ക് എടുത്ത് ഗിരിജന്റെ അനിയന്റെ സെലിബ്രേഷൻ പോയി ഇടിച്ചു കയറ്റും. പിന്നെ അവിടെ വൻ ഫൈറ്റ് ആണ്. അവസാനം ബോംബ് പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ഗാരു ഗിരിജനെ അനിയനെ അറസ്റ്റ് ചെയ്യിപ്പിക്കും. ഇനി ഇതിന് പ്രതികാരമായി ഗിരിജൻ ഗാരുവിന്റെ അനിയൻ നമ്മുടെ ദുബായ് ഗാരുവിനെ കിഡ്നാപ്പ് ആക്കും. അതറിഞ്ഞതും നമ്മുടെ ഗാരു നേരെ ഗിരിജന്റെ വീട്ടിൽ പോയി 10-30 ഗുണ്ടകളെ വെട്ടിക്കൊല്ലും. അവസാനം ഗിരിജന്റെ കഴുത്തിന്റെ തൊട്ടടുത്ത് വരെ മഴ വയ്ക്കും. അപ്പോഴേക്കിനും ഗാരു ഗിരിജന്റെ ഫാമിലിനെ കണ്ടിട്ട് ആകെ വിഷമമായിട്ട് പറയും, നിന്നെ ഞാൻ കൊന്നാൽ നിന്റെ ഫാമിലി വിഷമിക്കും, അതുകൊണ്ട് നിന്നെ ഞാൻ ഇപ്പോൾ കൊല്ലുന്നില്ല എന്ന്. അപ്പൊ ഞങ്ങളുടെ ഫാമിലിക്കൊന്നും ഒരു വിലയുമില്ലേ? അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിയും. ഗാരുവും രാധികയും തമ്മിലുള്ള കല്യാണം വരെ എത്തും കാര്യങ്ങൾ. കല്യാണത്തിന് എന്ന് ഗാരു രാധികയെ വിളിക്കുമ്പോൾ രാധികയെ കാണാനില്ല. അവളെ ഗിരിജൻ കിഡ്നാപ്പാക്കി ഏതോ റെയിൽ പാളത്തിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുകയാണ്. അപ്പോഴേക്കിനും നമ്മുടെ ഗാരു അങ്ങോട്ട് വരികയാണ്. നമ്മൾ വിചാരിക്കും കാറിലാവും വരിക എന്ന്. ബട്ട് അല്ല ഗൈസ്, മൂപ്പര് ട്രെയിൻ ഓടിച്ചു വരും. എന്നിട്ട് അവിടെ സിംഹമൊക്കെയായി അതിഗംഭീര സംഘർഷമാവും. ആ സംഘർഷത്തിനിടയിൽ രാധിക ഗാരുവിനെ ഇടയ്ക്കിടെ വിളിക്കുന്നുണ്ടാവും. അപ്പൊ ഗാരു പറയും, എനിക്ക് ഫൈറ്റിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നീ ഒന്നും മിണ്ടാതിരിക്കുന്ന. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ രാധികയ്ക്ക് ഒരു കുത്ത് കൊണ്ടിട്ടുണ്ടാവും. അത് കണ്ടതും ഗാരു അടി നിർത്തി രാധികയെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് വിചാരിക്കണ്ട. ഗാരു അവളെ നേരെ വീട്ടിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് കയറ്റി കൊടുക്കും. അങ്ങനെ രാധിക തട്ടിപ്പോവും. അതോടെ നമ്മുടെ ഗാരു അക്രമമൊക്കെ നിർത്തി സന്യാസ ജീവിതത്തിലേക്ക് കടക്കും. ആ ഗാരുവിനെയാണ് ഗിരിജൻ ഇപ്പോൾ അവന്റെ അനിയനെ ചൊറിഞ്ഞ് സടകുടഞ്ഞ് എഴുന്നേൽപ്പിച്ചത്. ഷോട്ട് ഗണ്ണിന്റെ 3 ഉണ്ട കയറിട്ടും അനിയൻ പടമായിട്ടൊന്നും ഉണ്ടാവില്ല. ഇനിമേ എന്ത് പ്രോബ്ലം ഇല്ലമ്മ. 2 നാളെ കൃഷ്ണ സാറെ വീട്ടിൽ കൂട്ടിട്ട് പോകാം. അവസാനം ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്ത് ഗിരിജൻ ആൻഡ് ഗാരു ഫേസ് ടു ഫേസ്. വൻ സംഘർഷം. വില്ലന്മാരുടെ കേസ് ഇവരെ എടുത്തു കൊടുക്കും. സംഘടനത്തിനൊടുവിൽ ഗാരു ഗിരിജനെ കൊല്ലും. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, 5 ഒരാൾ, അർജുനൻ, ബലറാം, വസുതാരദ, ലൈ ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്രക്കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.